السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലുടനീളം നമുക്ക് ചുറ്റിലുള്ള പ്രകൃതിയിൽ ആയത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് അള്ളാഹു നിരന്തരം പറയുന്നുണ്ട്. അപ്പോൾ ഖുർആനിലുള്ള ആയത്തുകളെ പോലെ തന്നെ സൂര്യനിലും ചന്ദ്രനെല്ലാം ആയത്തുകളുണ്ടെന്ന് ഖുർആന്റെ പല ഭാഗത്തായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. അതും ഖുർആനിലുള്ള ആയത്തുകൾ അള്ളാഹുവിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നത് പോലെ നമുക്ക് ചുറ്റിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളും പല രൂപത്തിലായിട്ട് അള്ളാഹുവിലേക്ക് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴയെ സംബന്ധിച്ച് അള്ളാഹു മഴയെ ആ ഖിയാമത്ത് നാളുള്ള ആ ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് മഴയെ അള്ളാഹു പല സ്ഥലത്തും കമ്പയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് സൂര്യനിലും ചന്ദ്രനിലെല്ലാം ആയത്തുകളുണ്ടെന്ന് പറയുന്ന സമയത്ത് അതും യഥാർത്ഥത്തിൽ നമ്മളുടെ ആ ജീവിത ചക്രവും നമ്മുടെ പുനർജീവനെല്ലാം അത് ഒരർത്ഥത്തിൽ നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യൻ വളരെ ദുർബലമായിട്ടുള്ള രശ്മികളോടുകൂടെ അത് ജനിച്ചു വീഴാണ് ഓരോ ദിവസവും. എന്നിട്ട് അത് സാവധാനം അത് പിന്നീട് ശക്തി പ്രാപിച്ച് അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തുകയാണ്. ആ നട്ടുച്ച സമയം പിന്നീട് ആ നട്ടുച്ച എന്നുണ്ടാവുന്നത് അത് കരുതുകയാണെങ്കിൽ അത് അബദ്ധമാണ്. കാരണം പിന്നീട് അത് ഏത് രൂപത്തിലാണോ ആരംഭിച്ചത് അതേ രൂപത്തിൽ തന്നെ അതിന് ഒടുങ്ങുകയാണ്. ആ ചോര ഛർദ്ദിച്ച് എന്നുള്ള രൂപത്തിൽ ആ ചുവപ്പിലായിട്ട് പിന്നീട് ആ തുടക്കം പോലെ തന്നെ ഒടുക്കം അത് അസ്തമിക്കുകയാണ്. ആ അസ്തമയം യഥാർത്ഥത്തിൽ അത് അന്ത്യമല്ല, മറിച്ച് അത് മറ്റൊരു ലോകത്ത് ഉദയം അവിടെ സംഭവിക്കുന്നുണ്ട്. സമാനാണ് നമ്മുടെ ജീവിതവും. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അസ്തമയം എന്നുള്ളത് അത് നമ്മൾ ഇവിടെ ഭൂമിയിലുള്ള ആളുകളുടെ കണ്ണിൽ നിന്നും മറഞ്ഞു പോയാലും യഥാർത്ഥത്തിൽ ബർസഖി ലോകത്ത് നമ്മൾ ഉദിക്കുകയാണ്. അതായത് ഓരോ അസ്തമയവും യഥാർത്ഥത്തിൽ മറ്റൊരു ലോകത്തുള്ള പുനർജീവനാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദിനേന ദർശിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ചുറ്റുള്ള പ്രകൃതിയും നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റൂമി പറയുന്ന മനോഹരമായിട്ടുള്ള 3 ഉറുമ്പുകളുടെ ഒരു കഥയിൽ ഒരു കടലാസിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉറുമ്പ് ആ കടലാസിൽ ഒരു പേന മനോഹരമായിട്ടുള്ളൊരു ചിത്രം വരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാൻ. ആ ചിത്രത്തിൽ അത്ഭുതം കൂറി ആ പേനയെ അങ്ങേയറ്റം വാഴ്ത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഉറുമ്പ് തിരിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദര, ആ പേനയല്ല ആ ചിത്രത്തിന്റെ പിന്നിൽ. പേന കേവലം ഒരു ഉപകരണം മാത്രമാണ്, മറിച്ച് ആ ചിത്രം അവിടെ വരയാനുള്ള കാരണം ആ പേന ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ വിരലുകളാണ് ആ ചിത്രത്തിന്റെ പിന്നിൽ. അങ്ങനെ തന്നെ മൂന്നാമതായിട്ടുള്ള ഒരു ഉറുമ്പ് അവിടെ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടാൾ പറയുന്നത് തെറ്റാണ്. യഥാർത്ഥത്തിൽ വിരലുകളല്ല, വിരലുകൾ എന്നുള്ളത് ഒരു ബ്രാഞ്ച്, ഒരു ശാഖ മാത്രമാണ്. ആ വിരലുകൾക്കും പിന്നിൽ കൈകളുണ്ട്. ആ കൈകളാണ് ആ ചിത്രം, ആ രൂപത്തിലുള്ള ഒരു ചിത്രം വരയാനുള്ള കാരണം. അവർ മൂന്നാളും തർക്കമായി. ആ തർക്കം അവർക്കിടയിലുള്ള ജ്ഞാനിയായിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള മറ്റൊരു ഉറുമ്പിന് മുമ്പിൽ ആ തർക്കം എത്തുകയാണ്. 3 ആളുകളുടെയും വാദം കേട്ടതിന് ശേഷം ആ പണ്ഡിതൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ 3 ആൾ പറഞ്ഞത് തെറ്റാണ്. യഥാർത്ഥത്തിൽ ആ പേനയോ അല്ലെങ്കിൽ അത് പിടിച്ചിരിക്കുന്ന വിരലുകളോ കൈകളോ ഒന്നല്ല, മറിച്ച് ആ കൈകൾക്കും പിന്നിൽ ബുദ്ധിയും ഭാവനയുണ്ട്. അതാണ് ആ ശരീരത്തിലെ കൈകളെയും വിരലുകളെയും ആ പേനയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അതിനും പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ആ ബുദ്ധിക്ക് കണ്ടെത്താനാകാത്ത ഉന്നതനായിട്ടുള്ള ഒരു സൃഷ്ടാവിന്റെ സാന്നിധ്യമുണ്ട്. അവനാണ് എല്ലാ ചലനങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ ചലനത്തിന്റെയും പിന്നിൽ അവനാണ്. അവനെ തിരിച്ചറിയുന്ന സമയത്ത് മാത്രമേ എല്ലാ ചലനങ്ങളുടെയും പൊരുളറിയാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതാണ് മനോഹരമായിട്ടുള്ള കഥയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പൊ എല്ലാ ചലനങ്ങൾക്ക് പിന്നിലും സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു പറഞ്ഞതുപോലെ കുല്ലും യജ്രി ലി അജലിൻ മുസമ്മ, പ്രപഞ്ചത്തിലുള്ള എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചലനങ്ങളുടെ എല്ലാം പിന്നിൽ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു ആണ്. അപ്പൊ പ്രപഞ്ചം എന്നുള്ളത് അവന്റെ ഒരു ആർട്ട് ഗാലറിയാണ്. നമ്മൾ കാണുന്ന ആ സൃഷ്ടിപ്പെല്ലാം അവന്റെ ചിത്രങ്ങളാണ്. ആ ഓരോ സൃഷ്ടിയും ഓരോ ചിത്രങ്ങളും ആ ചിത്രകാരനിലേക്കാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ചിത്രകാരനെ മറന്നുകൊണ്ട് ആ ചിത്രത്തിൽ നമ്മൾ അങ്ങേയറ്റം അത്ഭുതം കൂറുന്നത് യഥാർത്ഥത്തിൽ ആ പേന നോക്കി അത്ഭുതം കൂറുന്ന ഉറുമ്പിനെ പോലെയാണ്. അപ്പോൾ നമ്മൾ ആ ഓരോ ചിത്രവും യഥാർത്ഥത്തിൽ യാദൃശ്ചികതയുടെ ഫലമല്ല. അപ്പൊ നമ്മളൊരു കടലാസിലേക്ക് കണ്ണും പൂട്ടി ഒരു മഷി ചിന്തിയാൽ ഒരിക്കലും മനോഹരമായിട്ടുള്ള ചിത്രം അവിടെ വിരിയില്ല. അതേ രൂപത്തിൽ പ്രപഞ്ചമാകുന്ന പേപ്പറിൽ ആറ്റമാകുന്ന മഷി കൊണ്ട് രചിക്കപ്പെട്ട ചിത്രങ്ങളാണ് യഥാർത്ഥത്തിൽ സർവ്വ സൃഷ്ടികളും. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, സിബഗത്തല്ലാഹി വമൻ അഹ്സന മിനല്ലാഹി സിബഗ, അള്ളാഹുവിനേക്കാൾ മനോഹരമായിട്ട് വർണ്ണം നൽകുന്നവൻ ആരുണ്ടെന്നല്ല അള്ളാഹു ചോദിക്കുന്നുണ്ട്. അപ്പൊ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടികളുടനീളം ആ സൃഷ്ടാവിൻ്റെ ഖാലിഖായിട്ടുള്ള ആ സൃഷ്ടാവിൻ്റെ മഹത്വം, അവൻ്റെ കഴിവിനെയാണ്
വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ചിത്രത്തിലേക്ക് അള്ളാഹു നിരന്തരം ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അഫല യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇല സമാഇ കൈഫ റുഫിഅത്. അള്ളാഹു ഓരോ സൃഷ്ടിയിലേക്കും നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ആ സൃഷ്ടികളിലൂടെ ആ സൃഷ്ടാവിലേക്ക് അള്ളാഹു നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ അൻആമിൻ്റെ 122-ാമത്തെ വചനത്തിൽ ഔമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി. ഒരാൾ നിർജീവാവസ്ഥയിൽ മരണപ്പെട്ട അവസ്ഥയിലായിരുന്നു. ശേഷം അള്ളാഹു അയാൾക്കൊരു വെളിച്ചം നൽകി. ആ വെളിച്ചമായിട്ട് പിന്നീട് അയാൾ നടന്നു എന്നുള്ളതാണ്. അവിടെ തഫ്സീറുകളിൽ മരണം എന്നുള്ളതിൻ്റെ വിവക്ഷ ശാരീരികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന മരണമല്ല, മറിച്ച് ആത്മീയ മരണമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള മരണം. ഒരാൾ ജീവിച്ചിരിക്കുക, അയാളുടെ ഹൃദയം മരിക്കുന്നത്, അതാണ് ശരീരം മരിക്കുന്നതിനേക്കാൾ ഏറ്റവും ഭയാനകം എന്നുള്ളതാണ്. ആത്മീയ മരണം എന്നുള്ളതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിനെ മറന്ന് അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്നതാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, യാ മൂസ ഇന്ന അവ്വല മൻ മാത മിൻ ഖൽഖി ഇബ്ലീസ്. എൻ്റെ സൃഷ്ടികളെ ആദ്യമായിട്ട് മരണപ്പെട്ടത് ഇബ്ലീസാണ്. ഇബ്ലീസ് ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ എന്നോട് നിഷേധം അല്ലെങ്കിൽ എന്നോട് ധിക്കാരം പ്രവർത്തിച്ചു, അതുവഴി മരണപ്പെടാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് റസൂലുള്ള മറ്റൊരു ഹദീസിലും മസലുല്ലദീ യദ്കുറുല്ലാ വല്ലദീ ലാ യദ്കുറുല്ലാ, അള്ളാഹിനെ ഓർത്ത് ജീവിക്കുന്നതും അള്ളാഹിനെ ഓർക്കാതെ അള്ളാഹുവിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതും കൽ ഹയ്യി വൽ മയ്യിത്ത്, അത് ജീവിച്ചവനും മരണപ്പെട്ടതിനും സമാനാണ് എന്നുള്ളതാണ്. ചില ആളുകൾ അവർ 25-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ അവരെ ഖബറടക്കുന്നത് 75-ാമത്തെ വയസ്സിൽ. ആ രൂപത്തിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഓർക്കുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തി 70-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് പിന്നീട് ഓരോ വർഷം അയാൾ പറയായിരുന്നു, എൻ്റെ വയസ്സ് 1 വയസ്സ് 2 വയസ്സെന്നല്ല അദ്ദേഹം പറയാം, അത്രയും വർഷം ജീവിച്ചത് അയാൾ കണക്ക് കൂട്ടുന്നില്ല എന്നുള്ള. അപ്പോൾ ആ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ അള്ളാഹിനെ ഓർത്ത് അള്ളാഹുവായിട്ട് അടുത്ത് ജീവിക്കുന്ന സമയത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അയാൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ മരണപ്പെട്ടതിന് സമാനാണ് എന്നുള്ളതാണ്. അള്ളാഹു അത്തരത്തിൽ ഹൃദയം ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആനിലെ 61-ാമത്തെ അധ്യായം സൂറത്തു സഫ്. സഫ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ നമസ്കാരത്തിൽ അണിചേർന്ന് നിൽക്കാറുണ്ട്. ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ്. ആ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്ത് ആരംഭത്തിൽ 4-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ, അള്ളാഹു പറയുന്നുണ്ട് അവൻ്റെ മാർഗത്തിൽ മതിൽ പോലെ അല്ലെങ്കിൽ അണിചേർന്ന് അള്ളാഹിൻ്റെ മാർഗത്തിൽ പോരാടുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല. അള്ളാഹിൻ്റെ മാർഗത്തിൽ ആ നിരനിരയായിട്ട് അല്ലെങ്കിൽ മതിൽ പോലെ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ. അപ്പോൾ വിടവില്ലാതെ അണിയായിട്ട് ഇപ്പോൾ റസൂലുള്ള നമസ്കാരത്തിലുള്ള സഫിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ അതിൽ വിടവ് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിശാച് വന്ന് കയറും എന്നുള്ളതാണ്. അപ്പോൾ വിടവിന് അവസരം കൊടുക്കരുത്. ആ ഒരുമയെ കൂടെയാണ് അള്ളാഹു അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. വിടവ് വരുന്ന സമയത്ത് അവിടെ പിശാച് കയറും എന്നുള്ളതാണ്. ആ ഒരു ഒരുമ വീണ്ടും അള്ളാഹു പല സ്ഥലത്തായിട്ട് ആവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാന്റെ 103-ാമത്തെ ആയത്തിൽ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, അള്ളാഹിൻ്റെ കയറിൽ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കല്ലേ. വീണ്ടും സൂറത്തുൽ അൻഫാലിലെ 46-ാമത്തെ ആയത്തിൽ വലാ തനാസഉ ഫതഫ്ശലു, നിങ്ങൾ ഭിന്നിക്കല്ലേ, നിങ്ങൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോകും, നിങ്ങളുടെ വീര്യം ചോർന്നു പോകും, ശത്രുക്കൾ നിങ്ങളുടെ മീത് ആധിപത്യം നേടുമെന്നെല്ലാം അള്ളാഹു ആവർത്തിച്ച് ഉണർത്തുന്നുണ്ട്. അപ്പോൾ നമസ്കാരത്തിലെ സൊഫായിട്ട് തന്നെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഒരുമയായിട്ട് ചേർത്ത് ചിന്തിക്കുന്ന സമയത്ത്, ആ നമസ്കാരം തന്നെ അതിൻ്റെ ഒരു ഏത് രൂപത്തിലാണ് നമ്മളൊരു ഉമ്മത്ത് എന്നുള്ള നിലക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് മനോഹരമായിട്ട് നമസ്കാരം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമസ്കരിക്കുന്ന സമയത്ത് ഇമാമിന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ 3 റക്അത്തുള്ള നമസ്കാരം അബദ്ധത്തിൽ അയാൾ 4-ാമത്തതിന് എഴുന്നേൽക്കുകയാണെങ്കിൽ, റസൂലുള്ള 3 നമസ്കരിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഫോളോ ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള മഅ്മൂമിങ്ങൾ മുഴുവൻ നമസ്കാരം ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്യുന്നത്. അയാൾ അബദ്ധമാണെന്ന് അറിഞ്ഞിട്ടും അയാളെ നമ്മൾ പിന്തുടരാണ് ചെയ്യുന്നത്. അതോടൊപ്പം അയാളോട് ആ തെറ്റ് നമ്മൾ ഉണർത്തുകയും ചെയ്യാണ്, സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ അയാൾക്ക് സിഗ്നൽ നൽകുകയാണ്. അത് കേൾക്കുന്ന സമയത്ത് അയാൾ തിരുത്തുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ അവിടെ നമ്മൾ അയാൾ ഇട്ടെറിഞ്ഞ് പോവുകയല്ല ചെയ്യുന്നത്. ഇതേ രൂപത്തിലാണ്, അതായത് നേതൃത്വത്തിൽ അല്ലെങ്കിൽ നേതാക്കളായിട്ടുള്ള ആളുകൾ അവർ മനുഷ്യരാണ്, അവർക്ക് ഒരുപക്ഷെ അബദ്ധം സംഭവിച്ചു പോകാം. ഉഹദിൽ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം സ്വീകരിക്കുന്നതിൽ അവർക്ക് ചില പാളിച്ചകൾ പറ്റി. അത് എത്ര മനോഹരമായിട്ടാണ് സ്വഹാബികൾ അതിനെ കവർ ചെയ്തത്. ആ ആ മലമുകളിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരൊറ്റ ആളുടെ പേര് പോലും നമുക്ക് ചരിത്രത്തിൽ ഒരാൾക്കും എവിടെയും കാണാൻ പറ്റില്ല. കാരണം അതവർ ഹൈഡ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള അബദ്ധങ്ങൾ അത് തിരുത്തി മുന്നോട്ട് പോകുക, ആ രൂപത്തിലായിരിക്കണം ഉമ്മത്ത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് മനോഹരമായിട്ട് ആ നമസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹു
ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തിരുത്തിയതും ആ തിരുത്തിയ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അത് സ്വീകരിക്കുകയും അള്ളാഹിനെ വാഴ്ത്തുകയെല്ലാം ചെയ്തത് ആ രൂപത്തിലാണ്. അതായത് ആ ഇമാമിനെ അല്ലെങ്കിൽ നേതൃത്വത്തെ അംഗീകരിച്ച ആ വിടവ് വരാതെ തന്നെ അണിചേർന്ന് നിന്ന് മുന്നോട്ട് പോകാൻ ഉമ്മത്തിന് കഴിയേണ്ടതുണ്ട്. അതാണ് ഓരോ നമസ്കാരവും നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം. ആ ഒരു ഐക്യത്തോടുകൂടെ ഒരുമയോടുകൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റിസ്ഖുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരായത്ത് സൂറത്ത് സുഖ്റുഫിന്റെ 32-ാമത്തെ വചനത്തിൽ നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, അള്ളാഹു ആണ് ഐഹിക ജീവിതത്തിൽ ആ റിസ്ഖിനെ, ആ ജീവിതോപാധിയെ പങ്കുവെക്കുന്നത്. ചില ആളുകൾക്ക് കൂടുതലായിട്ട് ലഭിക്കും, ചില ആളുകൾക്ക് കുറവായിരിക്കും. അള്ളാഹു അവൻ്റെ യുക്തിപ്രകാരം അത് നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരായത്ത് സൂറത്ത് ശൂറയുടെ 27-ാമത്തെ വചനത്തിലും വലൗ വസത്തുല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർള്, അള്ളാഹു പറയുന്നുണ്ട് ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു അവരാഗ്രഹിക്കുന്നത് പ്രകാരം ആ റിസ്ഖ് തുറന്നു നൽകിയിരുന്നെങ്കിൽ ഭൂമിയിൽ ഉടനീളം കുഴപ്പമായിരിക്കും എന്നുള്ളതാണ്. ആ രൂപത്തിൽ അള്ളാഹു റിസ്ഖ് തുറന്നു നൽകുന്നത് അത് ഭൂമിയിലല്ല, മറിച്ച് വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തിൽ മാത്രമാണ്. ലഹുമാ യശാഊന ഫീഹ വലദൈന മസീദ്, അവിടെ അവരാഗ്രഹിച്ച രൂപത്തിൽ അത് നൽകുക എന്നുള്ളതാണ്. അത് ഭൂമിയിൽ നൽകിയിരുന്നെങ്കിൽ ഭൂമിയിൽ ഉടനീളം കുഴപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ ആശ്രയിക്കുന്നതും ആ പരസ്പര ആശ്രയത്തിൻ്റെ ആ ഒരു ഹാർമണി എല്ലാം ഭൂമിയിൽ നിലനിൽക്കാനുള്ള കാരണം അള്ളാഹു അവൻ്റെ യുക്തിപ്രകാരം ആ റിസ്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ്. അതിൻ്റെ ഒരു കൈകാര്യകർത്തൃത്വം നമുക്ക് നൽകിയിരുന്നെങ്കിൽ, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഭരണാധികാരികളും മറ്റുമെല്ലാം അതിലവർ വരുത്തുന്ന വീഴ്ചകൾ. അപ്പോൾ അള്ളാഹു അവൻ്റെ യുക്തിപ്രകാരം അത് നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള അപ്പോൾ നമ്മൾ ഭൗതികമായിട്ട് ആ റിസ്ക് നേടാനുള്ള മാനദണ്ഡങ്ങളായിട്ട് നമ്മൾ കൽപ്പിക്കുന്ന പലതും നേടിയ ആളുകൾ അവർക്ക് വേണ്ടത്ര, ഇപ്പോൾ വിദ്യാഭ്യാസമാണ് അതിൻ്റെ മാനദണ്ഡമെങ്കിൽ ഒരുപാട് പഠിച്ച ആളുകൾ അവർ സാമ്പത്തികമായിട്ട് താഴ്ന്ന നിലയിൽ, അതേസമയം ഒരു വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ അവർ കോടീശ്വരന്മാരായിട്ട് അവരുടെ കീഴിൽ എത്രയോ വിദ്യാഭ്യാസം നേടിയ ആളുകൾ ജോലി ചെയ്യുന്ന രൂപത്തിലുള്ള കാഴ്ചകളെല്ലാം നമ്മൾ ദിനേന കാണാറുണ്ട്. അപ്പോൾ അതൊന്നുമല്ല മാനദണ്ഡം, മറിച്ച് അള്ളാഹു ആണ് ആ റിസ്ക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണക്കാക്കുന്നതെന്നാണ് ഈ രണ്ടായത്തുകൾ നമ്മളെ മനോഹരമായിട്ട് പഠിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്ത് സുഖ്റുഫിൽ തുടർന്ന് വരുന്ന 33-ാമത്തെ ആയത്തിൽ റിസ്ഖുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പരാമർശം അള്ളാഹു പറയുന്നുണ്ട്. വലൗല അൻ യകൂന നാസ് ഉമ്മത്തൻ വാഹിദത്തൻ, മുഴുവൻ മനുഷ്യരും ആ നിഷേധത്തിലേക്ക് തിരിയില്ല എന്നുള്ള ഒരു അപകടം ഉണ്ടായിരുന്നില്ലെങ്കിൽ ലോകത്തുള്ള അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മുഴുവനും ഞാൻ ധാരാളമായിട്ട് അവർക്ക് വെള്ളിയുടെയും അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ എല്ലാം വീടുകൾ തന്നെ നൽകുമായിരുന്നെന്ന് അള്ളാഹു പറയുന്നുണ്ട്. ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, അതായത് സമ്പത്തിൻ്റെ സമൃദ്ധി അത് വിജയത്തിൻ്റെ അല്ലെങ്കിൽ ആത്മശുദ്ധിയുടെ ഒന്നും മാനദണ്ഡമല്ല. അത് കൂടുതലായിട്ട് ഒരാൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരിക്കലും വിജയത്തിൻ്റെ മാനദണ്ഡമല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. നേർവിരുദ്ധമായിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മൾ ആ ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കുന്നത്. വലിയ സമ്പന്നന്മാരായിട്ട് ഫിർഔന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ കഹ്ഫിലും ആ തോട്ടക്കാരുടെ ആ കഥയിലും വളരെ ദരിദ്രനായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം വിശ്വാസിയാണ്, അതേസമയം അതെല്ലാം ഉടമപ്പെടുത്തുന്ന വളരെ സമ്പന്നനായിട്ടുള്ള ഒരാൾ തമ്മിലുള്ള സംസാരവും അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സമ്പത്തിൻ്റെ ആധിക്യം എന്നുള്ളത് വിജയത്തിൻ്റെ മാനദണ്ഡമല്ല എന്നുള്ളതാണ്. അതല്ലായിരുന്നെങ്കിൽ, ആ ഒരു ഭയം ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയിലുള്ള അവിശ്വാസികൾക്ക് മുഴുവനും ധാരാളമായിട്ട് ഞാൻ നൽകിയേനെ എന്ന് അള്ളാഹു പറയാണ്. സമ്പത്ത് മാത്രമല്ല, സമയമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തും സൂറത്ത് ഇബ്രാഹിമിന്റെ 42-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ, അക്രമികളായിട്ടുള്ള ആളുകൾ അവർക്ക് ധാരാളം സമയം അള്ളാഹു നൽകുന്നത് അത് അള്ളാഹു അതിനെ സംബന്ധിച്ചൊന്നും അശ്രദ്ധനാണെന്ന് നിങ്ങൾ അത് കണ്ട് ധരിക്കേണ്ടതില്ല എന്നുള്ള. അപ്പൊ സമ്പത്തും സമയെല്ലാം ധാരാളമായിട്ട് നൽകി അവിശ്വാസികളായിട്ടുള്ള ആളുകളെ പരീക്ഷിക്കും. അത് കണ്ട് വിശ്വാസികൾ തെറ്റിദ്ധരിക്കരുതെന്നാണ് അള്ളാഹു ഈ ഒരു ആയത്തിൽ നമ്മളെ ഉണർത്തുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും പറയുന്നുണ്ട്, ഒരു കൊതുകിന്റെ ചിറകിനോളം മാത്രമാണ് മൊത്തം ദുനിയാവ് എന്നുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ അലയിലെ 16ഉം 17ഉം ആയത്തുകളിൽ ബൽ തുസിറൂനൽ ഹയാത്ത് ദുനിയ, അവളെ സംബന്ധിച്ചിടത്തോളം ആ ഐഹിക ജീവിതമല്ല, വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ, യഥാർത്ഥത്തിൽ എന്നൊന്നും നിലനിൽക്കുന്ന നിക്ഷേപങ്ങൾ എന്നുള്ളത് ആഖിറത്തിലേക്കുള്ളതാണ്. അപ്പോൾ ദുനിയാവ് വെച്ച് ആഖിറത്തിലേക്ക് നിങ്ങൾ സമ്പാദിക്കുക എന്നുള്ളതാണ് ഒരായത്തിന്റെ അടിസ്ഥാനത്തിലും അള്ളാഹു നമ്മളെ ഉണർത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
പ്രസിദ്ധനായിട്ടുള്ള മുഫസ്സിർ ഇബ്നു ആശൂർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, മൻ ഫവ്വള അംറഹു ഇലല്ലാഹ് ലം യതഅഖബ് തദ്ബീറഹു. അള്ളാഹുവിലൊരു കാര്യം നിങ്ങൾ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കാര്യത്തിൽ അള്ളാഹു ചെയ്യുന്നതിനെ സംബന്ധിച്ച് പിന്നീട് അവർ ചോദ്യം ചെയ്യാൻ പോകില്ല എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോകില്ല എന്നുള്ളതാണ്. കാരണം അള്ളാഹു അൽ ലത്തീഫാണ്. അവന് അവൻ്റേതായിട്ടുള്ള ഒരു രൂപത്തിലായിരിക്കും അതിന് പരിഹാരം. ചില വിചിത്രമായിട്ട് നമുക്ക് വിചിത്രമായിട്ട് തോന്നുന്ന വഴികളിലൂടെയാകും അതിന് പരിഹാരം അള്ളാഹു നൽകുക. അതൊരു പക്ഷേ നമുക്ക് ആ ഡോട്ട് മനസ്സിലായിക്കൊള്ളുന്നില്ല. അത് മുഴുവൻ ആ ഡോട്ടുകൾ ഫില്ല് ചെയ്തൊരു ചിത്രമാകുന്ന സമയത്തായിരിക്കും നമുക്ക് അതിനെ സംബന്ധിച്ച്, അപ്പോഴായിരിക്കും അതിനെ മനസ്സിലാകുക. കാരണം അള്ളാഹു ആ രൂപത്തിലാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഇപ്പോൾ ഫിർഔൻ തൻ്റെ കൊട്ടാരത്തിൽ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടെ വളർത്തുന്നുണ്ട്. അത് പിന്നീട് തൻ്റെ ഘാതകനായിട്ട് വരുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഫിർഔന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രവും സമാനമാണ്. പദ്ധതികൾ, അള്ളാഹുവിൻ്റെ പദ്ധതികൾ അത് അതിസങ്കീർണമായിരിക്കും, അതിവിചിത്രമായിരിക്കും. നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞോളന്നില്ല എന്നുള്ളത്. അതായത് വി ഡോണ്ട് നോ ദ പ്ലാൻ ബട്ട് വി ട്രസ്റ്റ് ദ പ്ലാനർ. ആ പ്ലാന് നമുക്കറിയില്ല, പക്ഷേ ആ പ്ലാനറിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുകയാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ, ഇപ്പോൾ ലളിതമായിട്ടുള്ള ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ നന്നായി പഠിച്ച് അന്വേഷിച്ച ആളുകളോട് അഭിപ്രായം എല്ലാം ചോദിച്ച ഒരു ഡോക്ടറെ നമ്മൾ കണ്ടെത്തും. ആ ഡോക്ടറെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് 100% അയാൾ അത് ക്വാളിഫൈഡ് ആണ്, യോഗ്യനാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നീട് അയാളായിരിക്കും നമ്മൾ അയാളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് നമ്മളെ സ്വയം നമ്മുടെ ശരീരം സമർപ്പിക്കുകയാണ്. അയാൾ സർജറി ചെയ്യാൻ വേണ്ടി അവിടെ നമ്മൾ കിടത്തുന്ന സമയത്ത് അനസ്തേഷ്യ കൊടുക്കുമ്പോൾ അയാളോട് എന്തിനാ അനസ്തേഷ്യ, അല്ലെങ്കിൽ അയാൾ നമ്മളെ പ്രത്യേക ഭാഗം മുറിക്കുന്ന സമയത്ത് എന്തിനാ ഇവിടെ മുറിക്കുന്നത്, അടിയിൽ മുറിച്ചുകൂടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ, ആ രൂപത്തിൽ ഒരുപാട് ചോദ്യം ചെയ്യുകയാണെങ്കിൽ അയാൾ എഴുന്നേറ്റ് പോകാൻ പറയും. കാരണം ഒരു വിശ്വാസം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അയാൾ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ ചോദ്യം ചെയ്യില്ല എന്നാണ്. അപ്പോൾ ഡോക്ടറും നമ്മളും തമ്മിലുള്ള അന്തരത്തേക്കാൾ എത്രയോ അപ്പുറമാണ് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള അന്തരം. നമ്മൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിനെ അറിഞ്ഞ് നമ്മുടെ ബുദ്ധിയും ചിന്തയും ധിഷണയും എല്ലാം ഉപയോഗിച്ച് അള്ളാഹിനെ റസൂലിനെ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സമർപ്പിക്കണം. സമർപ്പണത്തിൻ്റെ പേരാണ് ഇസ്ലാം. സമർപ്പിക്കുന്നതോടുകൂടെ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത്, അതിനെ ചോദ്യം ചെയ്യാൻ പോകില്ല എന്നുള്ളത്. ഈ ഒരു സങ്കല്പം വളരെ വ്യക്തമായിട്ട് ഒരാൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരുപാട് വിശ്വാസപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ അതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത്. അപ്പോൾ പല ആളുകളും ഈവൻ ഭൗതികവാദം വരെ സ്വീകരിക്കാനുള്ളൊരു കാരണം ഇതിലുള്ള വേണ്ട വിധം ആ വിധിവിശ്വാസത്തിലും മറ്റും അടിയുറക്കാത്തത് കാരണമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ട്രബിൾ വരുന്ന സമയത്ത് അള്ളാഹിൻ്റെ പദ്ധതി അല്ലെങ്കിൽ അള്ളാഹിനെ തന്നെ ചോദ്യം ചെയ്യുന്ന നൗദുബില്ലാ രൂപത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം വ്യക്തമായിട്ടുള്ള ഒരു അടിത്തറ ഇല്ല എന്നുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വേണ്ടി കൂടെ താമസിച്ച സമയത്ത് അദ്ദേഹം അവന് നമസ്കരിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം റൂമിനരികെ കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നെ പ്രഭാതത്തിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം അവനെ ഫജറിന് വേണ്ടി വിളിക്കാൻ വേണ്ടി പോയ സമയത്ത് ആ വെള്ളം വെച്ച അതേ രൂപത്തിൽ തന്നെ കാണപ്പെട്ടു. ആ സമയത്ത് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വിജ്ഞാനം തേടി വിജ്ഞാനത്തിൻ്റെ വഴിയിൽ വന്നിട്ട് രാത്രി നമസ്കരിക്കാതെ കടന്നുറങ്ങുക എന്നുള്ള അത്ഭുതത്തോടു കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊരു കാര്യത്തിൻ്റെ പിറകെ പോവുകയാണെങ്കിലും അതെത്ര നമ്മുടെ ആ ഒരു ടാസ്ക് എത്ര ബുദ്ധിമുട്ടാകുന്നോ അതിന് ഏറ്റവും വിജയത്തിന് വേണ്ട ഏറ്റവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്നുള്ളത് അത് രാത്രി നമസ്കാരമാണ്. പരിശുദ്ധ ഖുർആനിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കി കാലഘട്ടത്തിൻ്റെ ആരംഭത്തിലുള്ള കൽപ്പനകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സൂറത്ത് മുദ്ദസ്സിറിലെല്ലാം അള്ളാഹു ആ രാത്രി നമസ്കാരം പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫർളായിട്ടുള്ള 5 നമസ്കാരത്തിന് മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ മദീനൻ കാലഘട്ടത്തേക്ക് വരുന്ന സമയത്ത് മദീനയിൽ റസൂലുള്ളാഹി ആദ്യമായിട്ട് നടത്തിയ ഉത്ബോധനം അതിൽ ഒന്ന് സൊല്ലു ഫില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ നമസ്കരിക്കുക. അവിടെ രണ്ടും ആരംഭത്തിൽ തന്നെ പറയുന്നത് ആ ഒരു നമസ്കാരത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ വിശ്വാസികളുടെ ആ വിജയത്തിൻ്റെ റെസിപ്പിയിൽ ഏറ്റവും വലിയ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്നുള്ളത് അത് ആ രാത്രി നമസ്കാരമാണ്. ഒരു പണ്ഡിതൻ സൂചിപ്പിച്ചതുപോലെ
നിങ്ങളൊരു കാര്യം അള്ളാഹുവിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം നിങ്ങൾക്ക് ലഭിക്കണം എന്ന് അത്രയേറെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്നിട്ടും നിങ്ങൾ രാത്രി നമസ്കരിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ആ കാര്യം വേണ്ട എന്നുള്ളതാണ്. അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹു അത് നിലനിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യത്തിൻ്റെ ഈ ഒരു മാസത്തിൽ അള്ളാഹിൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് മനുഷ്യരായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അമലുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്ന ആ ഒരു രീതി റസൂലുള്ള ഹദീസിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് എന്തെങ്കിലും ഒരു കാരണവശാൽ ആ നന്മ അയാൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ രാത്രി നമസ്കരിക്കണം എന്നെല്ലാം കരുതി കിടന്ന് എന്തെങ്കിലും കാരണവശാൽ ഉറങ്ങിപ്പോയാൽ ആ ചെയ്തതിന് തത്തുല്യമായിട്ടുള്ള പ്രതിഫലമാണ് അള്ളാഹു നൽകുക എന്ന് റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മനുഷ്യരായിട്ട് ചേർത്ത് ചിന്തിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും അത് ചിന്തിക്കാൻ സാധിക്കാത്തതാണ്. ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാളും ഒരുപക്ഷെ അത് കേൾക്കുന്ന സമയത്ത് ഒരു സന്തോഷം തോന്നും, അതല്ലാതെ ഒരിക്കലും അത് ഒരാൾ അംഗീകരിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവ്യൂവിൽ പോയിട്ട് ഞാൻ ഇതെല്ലാം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറ്റൊരാളെ പരിഗണിക്കൂ എന്നുള്ളതാണ്. ഇവിടെ അള്ളാഹ് ആ ഒരു ഉദ്ദേശത്തിനാണ് പ്രതിഫലം നൽകുന്നത്. രണ്ടാമതായിട്ട്, ഇനി ആ ഒരു കാര്യം ഒരാൾ ചെയ്യുകയാണെങ്കിൽ ചെയ്തതിന് തത്തുല്യമായിട്ടല്ല, മറിച്ച് അതിൻ്റെ 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി, ഇപ്പോൾ റമദാനിൽ ഒരുപാട് ഇരട്ടികളായിട്ടാണ് അള്ളാഹു അതിന് പ്രതിഫലം നൽകുന്നത്. ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു മറുവശം റസൂലുള്ള പറയുന്നുണ്ട്. ഒരാൾ ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് പിന്നീട് ആ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് അള്ളാഹിനെ ഓർത്ത് ആ തെറ്റിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ നന്മയായിട്ട് അള്ളാഹു പരിഗണിക്കുക എന്നുള്ളതാണ്. നമ്മളായിട്ടും ചേർത്ത് ചിന്തിച്ചു നോക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ നമ്മളെ വീട് നശിപ്പിക്കാൻ, അതല്ലെങ്കിൽ വാഹനം മോഷ്ടിക്കാൻ വേണ്ടി ഒരാൾ വരികയാണ്. പക്ഷേ എന്തോ ഒരു കാരണത്താൽ അയാൾക്ക് കുറ്റബോധം വന്ന് അവിടെ എത്തിയ സമയത്ത് അയാൾ അതിൽ നിന്നും പിന്മാറുകയാണ്. അത് നമ്മളോടെങ്ങാനും വന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു വേണ്ടി വന്നതായിരുന്നു എന്ന് നമ്മളെ വിളിച്ച് പറയുകയാണെങ്കിൽ അയാളോട് ഏത് രൂപത്തിലായിരിക്കും നമ്മൾ പെരുമാറുക? ഒന്നുകിൽ ഉടനെ തന്നെ നിയമപാലകരെ അറിയിക്കുക, അതല്ലെങ്കിൽ അയാളോട് വളരെ മോശമായിട്ടായിരിക്കും നമ്മൾ പെരുമാറുക. അതല്ലാതെ ഒരിക്കലും അയാളെ സ്വീകരിച്ച് ചായ കൊടുത്ത് അല്ലെങ്കിൽ ബിരിയാണി കൊടുത്ത് നമ്മൾ ഒരിക്കലും അയാളെ സൽക്കരിക്കാൻ പോകുന്നില്ല. റസൂലുള്ള ഹദീസുകളിൽ പറയുന്നുണ്ട്, ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറി ഖിയാമത്ത് നാളിൽ ഒരാൾ ഒരു തെറ്റിന്റെ വക്കിൽ നിന്നും അള്ളാനെ ഓർത്ത്, റജുലുൻ ദഅത് ഇംറഅത്തുൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, ഒരു സ്ത്രീ മോശം കാര്യത്തിന് വിളിച്ച് അവസാന നിമിഷത്തിൽ അള്ളാനെ ഓർത്ത് അതിൽ നിന്നും പിന്മാറിയ ആളുകൾ, അത് ഏറ്റവും വലിയ സൽക്കരമായിട്ട് അള്ളാഹു സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഗുഹയിൽ അകപ്പെട്ട 3 ആളുകളുടെ ചരിത്രത്തിലും അതിലൊരാൾ പറയുന്നത്, ഞാൻ ആ തെറ്റിന്റെ വക്കിൽ അള്ളാനെ ഓർത്ത് പിന്മാറിയതാണ്. അപ്പൊ നന്മ എന്നുള്ളത് നന്മ പ്രവർത്തിക്കൽ മാത്രമല്ല, മറിച്ച് തിന്മ ചെയ്യാതിരിക്കലും ഏറ്റവും വലിയ നന്മയായിട്ട് അള്ളാഹു പരിഗണിക്കുന്നു എന്നുള്ള അത് അള്ളാഹിന്റെ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ മനുഷ്യന്റെ ഹൃദയത്തെ സംബന്ധിച്ച് മസലുൽ ഖൽബി മസലു റീശത്തിൻ തുഖല്ലിബു റിയാഹു ബിഫലാത്ത്, കാറ്റിൽ അകപ്പെട്ട ഒരു തൂവല് പോലെയാണ് മനുഷ്യന്റെ ഹൃദയത്തെ ഉപമിച്ചത്. നിരന്തരം അത് പാറിക്കളിക്കുക അല്ലെങ്കിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. തഖല്ലുബ് എന്നുള്ള പദം പോലും അതിനെ കുറിക്കുന്നതാണ്. അപ്പൊ നിരന്തരം ആ കാറ്റിൽ, ഇപ്പോൾ മനുഷ്യന്റെ ആഗ്രഹങ്ങളെ, ദേഹേച്ഛകളെ, അവന്റെ വിചാരങ്ങളെ ഹവ എന്നുള്ള പദം കൊണ്ടാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. സമാനമായിട്ടുള്ള റൂട്ട് വേർഡിൽ കടന്നു വരുന്ന മറ്റൊരു പദമാണ് ഹവ, ആ കാറ്റിനെ കുറിക്കുന്നതാണ്. ഇപ്പൊ ദേഹേച്ഛകൾ അല്ലെങ്കിൽ വിചാരങ്ങൾ, അതിനടിമപ്പെട്ട് അതിന് തോന്നിയ രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ, അതൊരു വിഭാഗം. അതേസമയം ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ സ്റ്റേബിൾ ആക്കുന്നത് അള്ളാഹുവിൽ ഒരാൾ മുറുകെ പിടിക്കുന്ന സമയത്താണ്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, അള്ളാഹുവിന്റെ ആ കയറിൽ അല്ലെങ്കിൽ ആ ഖുർആനിൽ മുറുകെ പിടിക്കുന്നതോടുകൂടെ ആ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഹൃദയം അത് സ്റ്റേബിൾ ആകാണ്, അതിന് സ്ഥിരത കൈവരിക്കുകയാണ്. എത്ര അള്ളാഹുവിൽ നമ്മൾ പിടുത്തം മുറുക്കുന്നുണ്ടോ അത്രയും അയാൾ സ്റ്റേബിൾ ആയിരിക്കും. അതേസമയം ആ പിടുത്തം അയവ് വരുത്തുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ആ പിടുത്തം വിടുന്നതോടുകൂടെ അയാള് സൂറത്തുൽ ഹജ്ജിൽ 31-ാമത്തെ ആയത്തിൽ ഫകഅന്നമാ ഖറ മിനസ്സമാ, അയാൾ ആകാശത്തു നിന്നും വീണ ഒരാളെ പോലെയാണ്. അവിടെയും അള്ളാഹു ആ കാറ്റിൽ അകപ്പെടുന്നതിനെ സംബന്ധിച്ച്, അതായത് ഒന്നുകിൽ പക്ഷികൾ അയാൾ എങ്ങോട്ടെങ്കിലും റാഞ്ചി കൊണ്ടുപോകും, അതല്ലെങ്കിൽ ആ കാറ്റ് എങ്ങോട്ടാണോ നയിക്കുന്നത് അതിനനുസരിച്ച് അയാൾ പോയി എവിടെയെങ്കിലും എത്തും എന്നുള്ളത്. അതല്ലെങ്കിൽ അയാൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അതപ്പതിച്ച് മറ്റെവിടെയെങ്കിലും എത്തിയതിന് ശേഷമാകും അയാൾ ചിന്തിക്കുക, ഞാൻ എങ്ങനെ ഈ രൂപത്തിലേക്ക് അതപ്പതിച്ചു എന്നുള്ളതാണ്. യാതൊരു നിയന്ത്രണവും ഇല്ലാതെ
അയാൾ ആ കാറ്റിനനുസരിച്ച്, ആ ഹവക്കനുസരിച്ച് അയാൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള. സൂറത്തുൽ ജാദിയയിലും മനിത്തഖദ ഇലാഹു ഹവ അള്ളാഹു പറയുന്നുണ്ട്, സ്വന്തം ദേഹേച്ഛകളെ ഇലാഹായിട്ട് സ്വീകരിച്ച ആളുകൾ, അതായത് തോന്നിയ രൂപത്തിൽ ജീവിക്കുക. അവിടെ ഖുർആൻ അവരെ ഉലായിക്കൽ അൻആം എന്ന് അള്ളാഹു വിശേഷിപ്പിക്കുന്നുണ്ട്. മൃഗസമാനമായിട്ട് യാതൊരു നിയമവും വിധിവിലക്കുകളൊന്നും ആവശ്യമില്ല, തോന്നിയ രൂപത്തിൽ ജീവിക്കുന്ന, ആ രൂപത്തിൽ ആഹ്വാനം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ നേരെ തിരിച്ച് ഇത്തരത്തിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ സ്റ്റേബിൾ ആക്കുന്നത് അള്ളാഹു നൽകിയ ദീനാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത്, പ്രത്യേകിച്ച് റമദാന്റെ ആ രാത്രിയിലെല്ലാം നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ആ ഹൃദയത്തെ ആ ദീനിൽ അടിയുറപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ്. അടിയുറപ്പിച്ച് നിർത്തേണ്ടത് അത് അള്ളാഹു ആണ്. അള്ളാഹു നൽകിയ മതത്തിലാണ് ആ ഹൃദയം ശാന്തൻ. അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹിനെ സംബന്ധിച്ചുള്ള സ്മരണകളിൽ മാത്രമേ ആ ഹൃദയത്തിന് ആ ശാന്തത കൈവരിക്കൂ എന്നുള്ളത്. അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ കാറ്റിലകപ്പെട്ട തൂവൽ പോലെ അതെങ്ങോട്ടൊന്നുമില്ലാതെ ഒരു ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത്. അള്ളാഹു നേർമാർഗത്തിൽ അടിയുറച്ച് നിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മരണപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ജനാസ നമസ്കാരം അങ്ങേയറ്റം പ്രതിഫലാർഹമായിട്ടുള്ള കർമ്മമായിട്ട് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചു. ഒരാൾ ജനാസ നമസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഖീറാത്ത് പ്രതിഫലം ഉണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ശേഷം ആ ജനാസയെ അനുഗമിച്ച് ആ മരണാനന്തര ക്രിയകൾ, ആ ഖബറടക്കുന്നതിലും മറ്റെല്ലാം പങ്കെടുത്ത് പ്രാർത്ഥിച്ച ഒരാൾ തിരിച്ചു വരാണെങ്കിൽ അയാൾക്ക് 2 ഖീറാത്ത് പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞു. ശേഷം എന്താണ് ഖീറാത്ത് എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു വന്നു. ഒരു ഖീറാത്ത് എന്നുള്ളത് ഉഹുദ് മലക്ക് സമാനമായിട്ടുള്ള പ്രതിഫലമാണ്. ഇപ്പൊ 2 ഖീറാത്ത് എന്നുള്ളത് അത് ഈക്വൽ ടു 2 ഉഹുദ് മലയോളം വരുന്ന പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ്. അപ്പൊ അവിടെ ചിന്തിച്ചു നോക്കാം, അള്ളാഹു നമുക്ക് നൽകിയ ആ ഒരു കാരുണ്യം, അള്ളാഹിന്റെ കാരുണ്യം, ഒന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള കാരുണ്യം, ഇത്രയും നിസ്സാരമായിട്ട് ഈ ഒരു കർമ്മത്തിലൂടെ ഇത്രയും വമ്പിച്ച പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയാണ്. അതിനേക്കാൾ ഉപരി മരണപ്പെട്ട ആളുകൾക്കുള്ള കാരുണ്യം, അതായത് പല സമയത്തും ഈ ഒരു പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ മയ്യത്ത് നമസ്കരിക്കാൻ നമുക്ക് പ്രചോദനമാകുന്നത് ഈ വമ്പിച്ച പ്രതിഫലമാണ്. അത് ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോൾ മക്കയിലും മദീനയിലെല്ലാം പോകുന്ന സമയത്ത് ഓരോ ഫർള് നമസ്കാരത്തിന് ശേഷവും അവിടെ ഈ ജനാസ നമസ്കാരം ഉണ്ടാവും. അത് കേൾക്കുന്ന സമയത്ത് ആളുകൾ ആവേശത്തോടു കൂടെ നമസ്കരിക്കാൻ നിൽക്കുക. മരണപ്പെട്ട വ്യക്തിയെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവരൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ഈ പ്രതിഫലം ആഗ്രഹിച്ച് അവർ നമസ്കരിക്കാൻ നിൽക്കുന്ന അതിലുള്ള എത്രയോ സ്വാലിഹായിട്ടുള്ള ആളുകളുടെ ശ്രേഷ്ഠമായിട്ടുള്ള പ്രാർത്ഥന അതുവഴി അയാൾക്ക് ലഭിക്കുകയാണ്. ആ പ്രാർത്ഥനകൾ ആ ഒരു സമയത്ത് അങ്ങേയറ്റം വിലമതിക്കാനാകാത്തതാണ്. അത് അയാൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ അത് പറയാനുണ്ടായ കാരണം, ഇന്ന് കേട്ട മനോഹരമായിട്ടുള്ള ഒരു ഉണർത്തൽ, ഒരു പണ്ഡിതൻ അദ്ദേഹം ഒരു അനുഭവം പങ്കുവച്ചത്, മുൻഗാമികളിൽപ്പെട്ട ഒരു സ്വാലിഹായിട്ടുള്ള വ്യക്തി, അയാൾ ഒരു യാത്രക്കിടെ ക്ഷീണിച്ച സമയത്ത് ഒരു പള്ളിയിൽ വിശ്രമിക്കാൻ വേണ്ടി കയറി അവിടെ ഉറങ്ങാൻ കിടക്കുകയാണ്. പെട്ടെന്ന് ശബ്ദം കേട്ട് അയാൾ എഴുന്നേറ്റു. ആ പള്ളിയിലേക്ക് ഒരു ജനാസയായിട്ട് ആളുകൾ വരികയാണ്. ഉടനെ തന്നെ അയാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ആ പ്രതിഫലം മോഹിച്ച് അയാൾ പോയി ഉളൂ ചെയ്ത് ആ ജനാസ നമസ്കരിക്കാൻ വേണ്ടി പങ്കെടുത്തു. ശേഷം ആ ജനാസയും ചുമന്ന് അവർ ഖബർസ്ഥാനിലേക്ക് പോകുന്ന സമയത്തും അയാൾ പ്രതിഫലം ആഗ്രഹിച്ച് അതിനോടൊപ്പം പോയി. ശേഷം ഖബറടക്കി ഉടനെ തന്നെ ആളുകളെല്ലാം തിരിച്ചുപോയി. അയാൾക്ക് കാര്യമായിട്ടുള്ള ബന്ധുക്കളൊന്നുമില്ല. അപ്പോൾ അത് കണ്ട് വിഷമം തോന്നി അയാൾ അവിടെ ഒരുപാട് സമയം ഇരുന്ന് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം നടത്തിയ മനോഹരമായിട്ടുള്ള പ്രാർത്ഥന, അദ്ദേഹം അള്ളാഹിനോട് പറഞ്ഞു, ഓ അല്ലാ, ഈ വ്യക്തി നിന്നിലേക്ക് വന്ന അതിഥിയാണ്, പുതിയ വസ്ത്രമെല്ലാം ധരിച്ച് നിന്നിലേക്ക് എത്തിയ അതിഥിയാണ്. ഈ വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, എനിക്ക് അറിയുക പോലില്ല. പക്ഷേ ഞാൻ അറിയാത്തൊരു അതിഥി എന്നിലേക്ക് വന്നാലും ഞാൻ അയാളെ നന്നായി സൽക്കരിക്കാറുണ്ട്. അല്ല അക്രംതുഹു, ഞാൻ അയാളെ ആദരിക്കാറുണ്ട്, സൽക്കരിക്കാറുണ്ട്. പക്ഷേ നീ, ഓ അല്ലാ, നീ കൈഫ ബിക അൻത അക്രമുൽ അക്രമീൻ, ഏറ്റവും ഉദാഹരണമായിട്ടുള്ള ഏറ്റവും അക്രമമായിട്ടുള്ള, ഓ അല്ലാ, നീ ഇതേ രൂപത്തിലൊരു അതിഥി നിന്നിലേക്ക് വന്നാൽ എത്ര മാന്യമായിട്ടായിരിക്കും അയാളെ സൽക്കരിക്കാന്ന്. മനോഹരമായിട്ട് അദ്ദേഹം ആ രൂപത്തിൽ പ്രാർത്ഥിച്ചു. ശേഷം ആ വ്യക്തി വീണ്ടും പള്ളിയിലേക്ക് തിരിച്ചുപോയി ഉറങ്ങിയ സമയത്ത് സ്വപ്നത്തിൽ ഒരു വെള്ള വസ്ത്രധാരിയായിട്ടുള്ള വ്യക്തി വന്ന് അയാളോട് പറഞ്ഞത്ര, നിങ്ങളായിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന കാരണം അള്ളാഹു എനിക്ക് പാപമോചനം നൽകിയെന്നുള്ളത്. അപ്പം മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഏറെ, അതായത് അവരുടെ ആ ചൂടിൽ ഏറ്റവും വലിയ തണുപ്പാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഖബർ സന്ദർശിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെല്ലാം നമ്മോട് നിർദ്ദേശിച്ചത്. ഈ വരപ്പെട്ട റമദാൻ മാസത്തിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ സന്ദർശിക്കാനും അവർക്ക് വേണ്ടി അള്ളാഹിനോട് പാപമോചനം നടത്താനെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ മരണപ്പെട്ട അവർക്കെല്ലാം അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ അപാരമായിട്ടുള്ള അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഒരു റമദാൻ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ അനുഷ്ഠിച്ച നോമ്പും നമസ്കാരങ്ങളും സ്വതക്കയും മറ്റുള്ള സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളിൽ വന്ന വീഴ്ചകൾ അള്ളാഹു പുറത്തു വരട്ടെ. റമദാനിൽ സമ്പൂർണ്ണമായിട്ടുള്ള പാപമോചനം നേടിയ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. റമദാനിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ കാരുണ്യമാണ് അതിൻ്റെ അവസാനത്തെ പത്തിലുള്ള ലൈലത്തുൽ ഖദർ. 1000 മാസങ്ങൾക്ക് തുല്യമായിട്ടുള്ള ആ ഒരു ദിനം. ഇപ്പോൾ നിരവധി പണ്ഡിതന്മാർ റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ റസൂലുള്ളാഹിക്ക് സ്പെഷ്യലായിട്ട് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇസ്രാ മിഅ്റാജ് ആകുന്ന മുഅ്ജിസത്ത്. റസൂലുള്ളാഹിക്ക് ലഭിച്ച ലൈലത്തുൽ ഇസ്രാവും വിശ്വാസികൾക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടുള്ള ആ ലൈലത്തുൽ ഖദറും അത് തമ്മിൽ കമ്പയർ ചെയ്ത് നിരവധി കാര്യങ്ങൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതല്ല ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൈലത്തുൽ ഖദർ അവസാനത്തെ 10-ലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് അതിലൊറ്റയിട്ട രാവുകളെന്നും റസൂലുള്ളാഹി സൂചിപ്പിച്ചു. പക്ഷെ ആ ദിവസം ഏതാണെന്ന് റസൂലുള്ളാഹി അള്ളാഹു നമ്മളെ അറിയിച്ചിട്ടില്ല. അപ്പം അത് ആദ്യത്തെ റസൂലുള്ളാഹിക്ക് അത് നൽകിയിരുന്നു. പിന്നീട് 2 മുസ്ലിങ്ങൾ ശണ്ട കൂടിയ സമയത്ത് അത് റസൂലുള്ളാഹി അത് കാരണം അത് മറപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും വലിയൊരു പാഠം. മുസ്ലിങ്ങൾ പരസ്പരം തമ്മിലടിക്കുന്ന സമയത്ത്, ദീൻ്റെ പേരിൽ തന്നെ അവർ തമ്മിലടിക്കുന്ന സമയത്ത് ഉമ്മത്തിന് മീത് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹം അത് ഉയർത്തപ്പെടാൻ ആ ശണ്ട കാരണമായി തീരാണ്. അതും വലിയൊരു പാഠാണ് നൽകുന്നത്. രണ്ടാമതായിട്ട് ചിന്തിക്കാവുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് അള്ളാഹു ആ ദിനം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നില്ല എന്നുള്ളതാണ്. ഏത് ദിവസമാണ് ഇപ്പോൾ 25-ാമത്തെ രാവാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നിരവധി ആളുകൾക്ക് അതുവഴി അന്നത്തെ ദിവസം ഇബാദത്ത് ചെയ്ത് പല ആളുകൾക്കും രക്ഷപ്പെട്ടുകൂടായിരുന്നോ? പിന്നെ എന്തുകൊണ്ട് അത് പറഞ്ഞു തന്നില്ല എന്നുള്ളതാണ്. അവിടെയും യഥാർത്ഥത്തിൽ അത് അറിയിച്ച് തരാത്തതും അള്ളാഹു ചെയ്ത ഏറ്റവും വലിയൊരു കാരുണ്യമാണ്. കാരണം കൃത്യമായിട്ടൊരു ദിവസം പറഞ്ഞു തന്നിരുന്നെങ്കിൽ എത്ര ആളുകൾ അത് ഉപയോഗപ്പെടുത്തുമെന്നാണ് തോന്നുന്നത്. ഇപ്പം മറ്റുള്ള നിരവധി ഇബാദത്തുകൾ അള്ളാഹു കൃത്യമായിട്ട് അറിയിച്ചു തന്ന നിരവധി ഇബാദത്തുകളുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും ആദ്യത്തിൽ പള്ളിയിലെത്തുന്ന ആളുകൾക്ക് ഒരൊട്ടകത്തെ അറുത്ത് വിതരണം ചെയ്തതിന് തത്തുല്യമായിട്ടുള്ള പ്രതിഫലം നൽകുമെന്ന് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. പക്ഷേ ആ സമയത്ത് വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ പള്ളിയിൽ പോയാൽ എത്ര ആളുകളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്? അതല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ ദിനേന പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചെറുപാപങ്ങളും അത് കടലിലെ നുരകളോളുണ്ടെങ്കിലും പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞു. എത്ര ആളാണത് കൃത്യമായിട്ട് ദിനേന ചെയ്യാറുള്ളത്? അപ്പം അറിയിച്ചു തന്ന നിരവധി കാര്യങ്ങൾ അത് പലതും നമ്മളെല്ലാവരും അത് വീഴ്ച വരുത്താറുണ്ട്. അപ്പം ഇത്രയും വലിയൊരു ഗിഫ്റ്റ് അള്ളാഹു കൃത്യമായിട്ട് അറിയിച്ചു തന്നിട്ട് വീണ്ടും അത് അവഗണിച്ച് അതിൽ വീഴ്ച വരുത്തിയിരുന്നെങ്കിൽ, അറിയിച്ചു തന്നാൽ തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തുന്നത് വളരെ തുച്ഛ ആളുകൾ മാത്രമായിരിക്കും. കൂടുതൽ ആളും അതിനെ അവഗണിക്കായിരുന്നെങ്കിൽ പിന്നീട് അവർക്ക് എന്ത് എക്സ്ക്യൂസാണ് നൽകുക എന്നുള്ളതാണ്. ഒരു എക്സ്ക്യൂസിനും അയാൾ അർഹനല്ലാതായിട്ട് മാറാണ്. ഇപ്പോൾ ലളിതമായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാനൊരു ഉദാഹരണം, നിങ്ങൾ അങ്ങേയറ്റം ദാരിദ്ര്യവും കഷ്ടപ്പാടെല്ലാം അനുഭവിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ നാട്ടിലെ ഏറ്റവും വലിയൊരു സമ്പന്നൻ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ എല്ലാ ദാരിദ്ര്യവും തീരും ഒരു ദിവസം പറയാം. ബുധനാഴ്ച ദിവസം രാവിലെ 10 മണിക്ക് എൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ അതോടുകൂടെ എൻ്റെ ദാരിദ്ര്യം ഞാൻ തുടച്ചു നീക്കും, ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള അല്ലെങ്കിൽ നിൻ്റെ തലമുറക്ക് ജീവിക്കാനുള്ളത് മുഴുവൻ ഞാൻ നൽകും. പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ, ആ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് എൻ്റെ വീട്ടിലെത്തണം. അങ്ങനെ എല്ലാം നൽകിയിട്ട് അത്രയും വലിയൊരു ഓഫർ കൊടുത്തിട്ട് അയാൾ അന്നത്തെ ദിവസം ബുധനാഴ്ച ദിവസം അയാൾ വൈകുന്നേരം വരികയാണ്, അലസായിട്ട് കടന്നു വരികയാണ്. ഈ സമ്പന്നൻ ചോദിക്കുകയാണ് എന്താണ്? അപ്പോൾ അയാൾ പറയാണ് ഞാൻ ഉറങ്ങിപ്പോയി, അതല്ലെങ്കിൽ ഞാനത് മറന്നുപോയി. ഈ രൂപത്തിൽ അയാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ അത്രയും അവഗണിച്ചു എന്നാണ് അതിനർത്ഥം. അത്തരത്തിലൊരു ഓഫർ കിട്ടിയിരുന്നെങ്കിൽ ആ ബുധനാഴ്ച പോയിട്ട് അതിൻ്റെ ഒരു 2-3 മാസം മുമ്പ് അയാൾക്ക് ഉറക്കം നഷ്ടപ്പെടും. ആ ഒരു ദിവസത്തിന് വേണ്ടി അയാൾ കാത്തിരിക്കും. അത്രയും എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ആ രൂപത്തിലാണ് അതിനെ എടുക്കേണ്ടിയിരുന്നത്. സമാനമായിട്ട് ഇവിടെ ഞാൻ ഉദാഹരണം പറഞ്ഞത്, അല്ലാഹു ഇത്രയും വലിയൊരു ഓഫർ നമുക്ക് നൽകിയിട്ട് നമ്മൾ എന്നിട്ടും അതിനെ അവഗണിക്കായിരുന്നെങ്കിൽ പിന്നീട് അവർ യാതൊരു എക്സ്ക്യൂസിനും അർഹനല്ലാതായിട്ട് വരികയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു അത് ഹൈഡ് ചെയ്ത് വെച്ചതും അള്ളാഹിൻ്റെ ഏറ്റവും വലിയ കാരുണ്യമാണ് എന്നുള്ളത്. അള്ളാഹു ആ ലൈലത്തുൽ ഖദർ ലഭിച്ച സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റമദാൻ്റെ അവസാനത്തെ ഈ രാത്രികളിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ മറക്കാതിരിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.